CPM ജില്ലാ സമ്മേളനങ്ങളിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ജി സുധാകരൻ. താൻ ശബ്ദമുയർത്തുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്. മിണ്ടാതിരിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമല്ല ഇതെന്നും ജി സുധാകരന്റെ പരിഹാസം. വിശ്രമജീവിതം നയിക്കുകയല്ല, മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല. അങ്ങനെ പറയേണ്ട കാര്യമൊന്നും പത്തനംതിട്ടയിലെ ആ സുഹൃത്തിനില്ല. ആരാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, ആരാന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഞാൻ അന്വേഷിക്കാനേ പോകുന്നില്ല. പക്ഷെ അതൊരു ആക്ഷേപമാണ്. കേരളം മൊത്തം ശ്രദ്ധിക്കാൻ വേണ്ടി എന്നെ അപമാനിക്കാൻ വേണ്ടി നടത്ത ഒരു ആക്ഷേപമാണ്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലാണ് ജി സുധാകരനെതിരെ ഒരു വിഭാഗം കടുത്ത വിമർശനം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിനിധികൾ സമ്മേളനത്തിൽ ഉയർത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം വിശദമാക്കുന്നത്? നീലിമ, തന്റെ നാവടപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട എന്ന് തന്നെയാണ് സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ സുധാകരന്റെ നാവ് നിയന്ത്രിക്കണമെന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടിയുമായാണ് സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെ വിശ്രമ ജീവിതത്തിലേക്കൊന്നും ആരും നയിക്കേണ്ട, അങ്ങനെ ഒരു ജീവിതം എന്തായാലും നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിരവധി വർഷങ്ങളായി പാർട്ടിയെ സേവിക്കുന്ന ആള്, പാർട്ടിയുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി യാതൊരു സ്ഥാനമോഹവും ഇല്ലാതെ നടക്കുന്നയാളാണ് താൻ. നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. താൻ പങ്കെടുത്ത പരിപാടികളുടെ എണ്ണമടക്കം അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് എന്നും സുധാകരൻ വ്യക്തമാക്കുന്നത്. തന്റെ ശബ്ദം ഉയരാതിരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അവർക്ക് താൻ വിശ്രമ ജീവിതം നയിക്കണമായിരിക്കും, പക്ഷെ അതിന് തന്നെ കിട്ടില്ല എന്ന് തന്നെയാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. തന്റെ നാവടപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട എന്നും വ്യക്തമാക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ ചിലർ തനിക്കെതിരെ കല്ലെറിഞ്ഞു. ആ കല്ല് അവിടെ തന്നെ കിടക്കുകയാണ്. പണ്ട് ആലപ്പുഴയിലും ചിലർക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. ഏതാനും കുറച്ചു നാളുകളായി അതിന് മാറ്റം വന്നിട്ട് ആലപ്പുഴയിലും ഇത്തരത്തിൽ തനിക്കെതിരെ വളരെ വിമർശനങ്ങൾ ഉയർന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു എന്നും സുധാകരൻ വ്യക്തമാക്കുന്നു. എന്തായാലും താൻ വിശ്രമ ജീവിതത്തിലേക്കൊന്നും പോകുന്നില്ല. ഇനിയും താൻ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെ ഇനിയും പൊതുപരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. നീലിമ, ശരി, ഇനിയും പൊതുപ്രവർത്തന രംഗത്തുണ്ടാകുമെന്ന സൂചന ഉറപ്പ് പറയുകയാണ് ജി സുധാകരൻ.